ഇന്നത്തെ പരിപാടി പങ്കെടുത്ത ഒരു ഭയങ്കര ഭാഗ്യമായിട്ടാണ് കാണുന്നത്. എന്താണെന്ന് വെച്ചാൽ എത്രയോ ഇപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ഒരു 30 വർഷം മുന്നേ പഠിച്ച ഒരു വിദ്യാലയത്തിൽ നമ്മൾ ഒന്നിക്കുക, അധ്യാപകരെ കാണുക, അതേപോലെ ഇരിക്കുക, ഇതെല്ലാം നമ്മളെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടാണ് ഇതിൽ കാണുന്നത്. പിന്നെ അതുപോലെ മാതൃഭൂമി പ്രസ് കണ്ടതും ആദ്യമായിട്ട് സിനിമ കണ്ടതും അന്ന് 10 റുപ്യ ഒരാൾക്ക്, 10 റുപ്യൻ്റെ അകത്ത് ടൂർ പോവുക 10 റുപ്യ ഇവിടുന്ന് 10 റുപ്യ എന്നിട്ട് 1,80,000 ഞാൻ തിരിച്ചു തന്നെ കിട്ടി. അതായത് 73 ഞാനിവിടെ വരുമ്പോൾ ഓല മേഞ്ഞ വെറും ഒരു മെയിൻ ബിൽഡിങ്, തൂണെല്ലാം ഇങ്ങനെ വളഞ്ഞ് വേറായ ബിൽഡിങ്. ചാത്തുമാഷെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മളൊന്നിച്ച് പഠിച്ച ബഷീർ, ഇപ്പോൾ അയാൾ ഇവിടെ വന്നിട്ടില്ല. ആ ബഷീർ ഇങ്ങനെ ഇമ്പോസിഷനും പലതും എഴുതുമ്പോൾ അയാൾ എഴുതാറില്ല. അന്നേരത്തെ അയാൾ നല്ല അടി കൊടുക്കും ചാത്തുമാഷ്. ബേക്കാണ് അടിക്കുക, അതുകൊണ്ട് പാള ചെറിയ കഷ്ണമാക്കി ബേക്ക് വെച്ചിട്ട് കെട്ടിയത് ഓർമ്മയുണ്ട്. ആ അടിയുടെ കാഠിന്യത്തിൽ പേടിച്ച് പിന്നെ ചാത്തുമാഷ് തന്നെ പൊട്ടി തിരിച്ചു പോയി. പടയെന്നുള്ളൊരു ഒച്ചയാണ് വരുന്നത് ബേക്കിന്. എന്നേറെ അടി തന്നെ മാറ്റി കളഞ്ഞ് അടി തന്നെ കൈക്കാക്കി. എന്നേറെ ചാത്തുമാഷക്കാകുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് അടി കൈക്കാക്കി. അറിഞ്ഞില്ല ഇതുവരെയൊന്നുമേ അവൻ അമ്മയോടൊപ്പം. ഏകദേശം 40 വർഷങ്ങൾക്ക് ശേഷമാണ് കണ്ടുമുട്ടുന്നത്. അപ്പോൾ നമുക്ക് ഒരാളെ പറ്റിയും ഒരു മുഖപരിചയമൊന്നുമില്ല. ഇവിടെ എത്തിയപ്പോൾ ആളെ കണ്ടുനോക്കുമ്പോൾ ഒക്കെ ഏകദേശം ഓർമ്മ വരുന്നുണ്ട്. ഇതിൻ്റെ അന്ത്യശ്വാസത്തിലെത്തിയിട്ടും നിങ്ങൾ ഉണരാൻ വൈകിയതിൽ പ്രയാസത്തോടെ ഒരുപാട് തമാശകളും ഒരുപാട് ജീവിതാനുഭവങ്ങളും നിറഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു അത്. അതെല്ലാം പ്രിയപ്പെട്ടവരെ, നമ്മുടെ പരിപാടി ആരംഭിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്ക് നമ്മുടെ പ്രാർത്ഥനയോടുകൂടി നമ്മുടെ പരിപാടി ആരംഭിക്കും.
അറിയാൻ വേണ്ടിയിട്ട് നിലവിലെ ഈ സ്കൂളിൻ്റെ HM ആയ ഗീത ടീച്ചറെ ക്ഷണിച്ചു കൊടുത്തു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. വിവിധ കാലയളവിൽ ഇവിടെ പ്രൈമറി വിദ്യാഭ്യാസം പൂർത്തിയാക്കി പുറത്തുപോയവരുടെ ഒരു മഹാ സംഗമമാണ് ഇവിടെ ഇന്ന് നടക്കുന്നത്. അപ്പോൾ ഒരു പ്രൈമറി വിദ്യാലയത്തിൽ പഠിച്ച് പുറത്തേക്ക് പോയി നമ്മുടെ സ്കൂളിൽ, ഈ കുഞ്ഞു സ്കൂളിനെ നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിച്ച് ഓർമ്മയൊക്കെ പങ്കുവെച്ച് ഇങ്ങനെ ഒരു ഗെറ്റ് ടുഗദർ നടത്താൻ തീരുമാനിച്ച, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഓരോ വ്യക്തിക്കും ഞങ്ങളുടെ വിഷ്ണുമംഗലം LP സ്കൂളിൻ്റെ പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. 1998 ഇവിടെ 5ാം ക്ലാസ് പൂർത്തിയാക്കിയ ഒരു 2 മാസം മുൻപേ ഇവിടെ ഒരു ഗെറ്റ് ടുഗദർ സംഘടിപ്പിച്ചിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കൂട്ടായ്മ നമ്മുടെ സ്കൂളിൻ്റെ ഉയർച്ചയ്ക്കും പുരോഗതിക്കും നിങ്ങൾ ഓരോരുത്തരും ഞങ്ങളോടൊപ്പം ഉണ്ടാവണമെന്നാണ് ഇവിടെ എനിക്ക് ഓരോരുത്തരോടുമായി പറയാനുള്ളത്. ഇതിൻ്റെ പിന്നിൽ നമ്മുടെ PTA പ്രസിഡന്റായ അൻവർ സാദത്തിൻ്റെ പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കാൻ വേണ്ടി. അതുപോലെ നിങ്ങളുടെ ക്ഷണമൊക്കെ സ്വീകരിച്ച് ഇവിടെ എൻ്റെ പൂർവ്വ അധ്യാപകരൊക്കെ, എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെല്ലാം എത്തിച്ചേർന്നിട്ടുണ്ട്. പിന്നെ ചാത്തു മാസ്റ്റർ, ബഹുമാനപ്പെട്ട ശ്രീ ചാത്തു മാസ്റ്റർ, അതുപോലെ തങ്ങള് മാഷ്, ശ്രീമതി രാജലക്ഷ്മി ടീച്ചർ, നിർമ്മല ടീച്ചർ, പ്രഭാവതി ടീച്ചറെ ഒക്കെ എല്ലാവരും ക്ഷണിച്ചതാണ്. അനിത ടീച്ചറൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ ഒരു കൂട്ടായ്മ എപ്പോഴും നമ്മൾ നിലനിർത്തണമെന്നാണ് എനിക്ക് കൂടുതലായി നിങ്ങളോട് ഓരോരുത്തരോടും പറയാനുള്ളത്. പിന്നെ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. എൻ്റെ കർത്തവ്യം സ്വാഗതം ആശംസിക്കുക എന്നതാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ ഓർമ്മകളൊക്കെ ഇവിടെ പങ്കുവെക്കാനുണ്ടാവും. അപ്പോൾ അധികം സമയം കളയുന്നില്ല. അപ്പോൾ എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. നമ്മുടെ സ്കൂളിൻ്റെ രൂപവും ഭാവവും ഒക്കെ മാറിയിരിക്കുകയാണ്. നമ്മുടെ അടുത്തുള്ള വിദ്യാലയങ്ങളൊക്കെ നല്ല സുരക്ഷിതവും ആകർഷകവുമായ കെട്ടിടങ്ങളൊക്കെ മാറി. അതുപോലെ ഗവൺമെൻറ് സ്കൂളുകൾ, ഗവൺമെൻറ് തന്നെ പണം നൽകി സ്കൂൾ കെട്ടിടങ്ങളൊക്കെ നന്നാക്കിയിരിക്കുകയാണ്. അപ്പോൾ ആ മാറ്റത്തിലേക്ക് നമ്മൾ ഉൾക്കൊള്ളേണ്ടതായി വന്നിട്ടുണ്ട്. അതിൻ്റെ ഫലമായി ഈ സ്കൂളിൻ്റെ മാനേജർ ശ്രീ വിനോദം മാസ്റ്ററുടെ നേതൃത്വത്തിൽ പണം ചെലവഴിച്ചുകൊണ്ട് സ്കൂൾ കെട്ടിടമൊക്കെ നവീകരിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം ഇപ്പോൾ അടുത്ത് തന്നെ നടക്കുന്നതായിരിക്കും. അപ്പോൾ ഈ സമയത്ത് ഇത്തരത്തിലുള്ള ഒരു കൂട്ടായ്മ സ്കൂളിന് ഇത്രയും വിലപ്പെട്ടതാണ്. അപ്പോൾ ഞാൻ പിന്നെ വിനോദം മാസ്റ്റർ നിങ്ങൾക്ക് ആർക്കും പരിചയപ്പെടുത്തേണ്ട, നിങ്ങൾക്ക് എല്ലാം അറിയായിരിക്കും. മാഷ് ഇവിടെ ക്ഷണിച്ചതാണ്, ഇപ്പോൾ എത്തിയിട്ടില്ല. ഇപ്പോൾ പെട്ടെന്ന് തന്നെ എത്തിച്ചേരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ സ്കൂളിൻ്റെ മാനേജറെ, പിന്നെ അതുപോലെ ഇംഗ്ലീഷിൻ്റെ അധ്യാപകൻ കൂടിയാണ്, നല്ലൊരു അധ്യാപകനാണ്, ഒരു വിദ്യാഭ്യാസ പ്രവർത്തകനാണ്. അദ്ദേഹത്തെ ഇന്നത്തെ മീറ്റിങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. സാർ ഇപ്പം ഇവിടെ എത്തും. പിന്നെ നമ്മുടെ PTA പ്രസിഡന്റ് അൻവർ സാദത്ത് എന്ന് പറഞ്ഞാൽ സ്കൂളിൻ്റെ എല്ലാമാണ്, താങ്ങും തണലുമാണ്. അപ്പോൾ പല കാര്യങ്ങളുണ്ട് അൻവർ സാദത്തിനെ പറ്റി പറയുകയാണെങ്കിൽ പറഞ്ഞാൽ തീരൂല. എന്നാൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളെല്ലാം അറിയിക്കുകയാണ്. പിന്നെ ഇവിടെ ഒരു ദിവസം ഭക്ഷണം വെക്കുന്ന സമയത്ത് ജാനുവേച്ചി ഇവിടെ ഇല്ലായിരുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ അൻവറിനെ PTA പ്രസിഡന്റ് എന്ന നിലയിൽ അൻവർ സാദത്തിനെ വിളിച്ചറിയിച്ച്, അപ്പം എന്നോട് ടീച്ചർ പേടിക്കുമെന്ന് വേണ്ട, ഞാൻ പെട്ടെന്ന് ആളെത്തി എന്ന് പറഞ്ഞു. നോക്കുമ്പോൾ അൻവർ തന്നെ അടുക്കള പാചകം ചെയ്യുന്ന വേഷത്തിലൊക്കെ വന്ന് എല്ലാം സാമ്പാർ, അതിൽ ഞാൻ കഴിഞ്ഞ മീറ്റിങ്ങിലൂടെ പറഞ്ഞത്, എന്നാൽ അതൊന്നും പറയാതിരിക്കാൻ വയ്യ. പിന്നെ സാമ്പാർ, തോര്, അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാം ഒരു 12 മണിയാകുമ്പോൾ ഇവിടെ എല്ലാം ഒരുക്കിയിട്ടുണ്ട്. പിന്നെ അതുമാത്രമല്ല, ഒരു ദിവസം ഇങ്ങനെ സ്കൂള് ലോക്ക് തുറക്കുന്നില്ല വാതിലിൻ്റെ. അപ്പം പെട്ടെന്ന് ഞാൻ അനിത ടീച്ചറൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്, തുറക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അൻവറെ വിളിച്ച് അൻവർ വന്ന് പെട്ടെന്ന് എനിക്ക് കൃത്യസമയത്ത് തന്നെ സ്കൂൾ തുടങ്ങാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഓരോ പ്രവർത്തനങ്ങളും ഇവിടെ വെള്ളത്തിൻ്റെ മോട്ടർ നിന്ന് പോയാൽ തന്നെ പെട്ടെന്ന് അൻവറിനെ വിളിക്കും, പണിക്കാർ അയച്ചതൊക്കെ ശരിയാക്കും. എല്ലാ കാര്യങ്ങളും സ്കൂളിൻ്റെ താങ്ങും തണലുമാണ് അൻവർ. എല്ലാവരോടും അറിയിക്കാൻ തന്നെയുള്ള ഇതാണ് ഞാനിവിടെ പറയുന്നത്. പിന്നെ അതുപോലെ ഈ കൂട്ടായ്മയ്ക്കും പിന്നിൽ പ്രവർത്തിച്ച ഓരോ പൂർവ്വ അധ്യാപകരുടെ വീട്ടിലൊക്കെ പോയി ക്ഷണിച്ചിട്ടുണ്ട്. അതുപോലെ വാട്സപ്പ് കൂട്ടായ്മയിൽ വാട്സപ്പിൽ സന്ദേശങ്ങൾ കൈമാറി എല്ലാവരും ഇങ്ങനെയുള്ള ഒരുമിച്ചുള്ളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ വളരെ പ്രയത്നിച്ചിട്ടുണ്ട് അൻവർ സാദ്. നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട അൻവർ സാദത്തിനെ ഇന്നത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്.
അതുപോലെ ഇവിടെ എത്തിയിട്ടുള്ള എൻ്റെ പൂർവ്വ അധ്യാപകരെ തങ്ങൾ മാഷ്, ചാത്തു മാഷ്, രാജലക്ഷ്മി ടീച്ചർ, നിർമ്മല ടീച്ചർ, അനിമ ടീച്ചർ, എല്ലാവരെയും അതുപോലെ എൻ്റെ സഹപ്രവർത്തകരൊക്കെ എത്താന്ന് പറഞ്ഞിട്ട് ഇവിടെ എത്തിക്കുന്നതായി കാണുന്നില്ല. എല്ലാവരും ഇവിടെയുള്ള സംഗമത്തിൽ പങ്കെടുത്ത എല്ലാവരെയും വിവിധ കാലയളവിൽ ഇവിടുന്ന് പ്രൈമറി വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഇവിടെ തിരിച്ചെത്തിയിട്ടുള്ള എല്ലാവരെയും ഇന്നത്തെ ഈ പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനം വഹിക്കാൻ വേണ്ടി PTA പ്രസിഡന്റ് അൻവർ സാദത്തിനെ ക്ഷണിച്ചുകൊള്ളു. ബഹുമാനം നിറഞ്ഞ നമ്മുടെ ഗുരു നാഥന്മാരെ, അതേപോലെ തന്നെ നമ്മുടെ ടീച്ചേഴ്സ്, നമ്മുടെ ഈ പരിപാടി ഇത്രയും നല്ലൊരു ഭംഗിയായി തീർക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ പരിപാടി കൂടുതൽ ഞാനിങ്ങനെ സംസാരിച്ചിട്ട് ഇങ്ങനെ നീട്ടുന്നില്ല. ഒരുപാട് പരിപാടികളുണ്ട്, കുറേ ആൾക്കാർ കുറക്കണമെന്നെല്ലാം പറഞ്ഞിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ തൽക്കാലം നമ്മൾ വർത്താനെല്ലാം നിർത്തി നമ്മൾ കാര്യത്തിലേക്ക് എടുക്കുക. നമ്മളെ പഠിപ്പിച്ച ടീച്ചേഴ്സ്, എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സ് ഒരാളെ പറ്റിയിട്ട് നമ്മളെങ്ങനെയാണ് പറയേണ്ടത്, എൻ്റെ എല്ലാം പഠനകാലത്ത് നമ്മളെ പുറക്കുന്നേക്ക് പോന്നു കഴിഞ്ഞാൽ നമ്മളെ ഉമ്മ എങ്ങനെയാണ് നമ്മളെ നോക്കുന്നത് ഓർമ്മിക്കപ്പെടുന്നത്. സത്യം നമ്മൾ മറന്നുപോയി. തീർച്ചയായിട്ടും നമ്മളിത് ഒരു സെക്കൻഡ് നമ്മളെന്ത് ചെയ്യണം, നമ്മൾ സ്മരിക്കേണ്ട ഒരാളുണ്ട്, നമ്മളെ കുഞ്ഞിരാം മാഷ്. തീർച്ചയായിട്ടും ഒരു രണ്ട് സെക്കൻഡ് ആദ്യം ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞു എല്ലാത്തിലും ഒരു ആത്മബന്ധങ്ങൾ ഉണ്ട് തന്നെ. ഈ സ്കൂളിൻ്റെ ഓരോ പ്രവർത്തനങ്ങൾക്കും സാധാരണഗതിയിൽ നമ്മളുണ്ടാവില്ല. നേരത്തെ ടീച്ചർ പറഞ്ഞിട്ടുണ്ടാവും എല്ലാ സമയത്തും. അതിപ്പോൾ വണ്ടി ഡ്രൈവറായിട്ട് പോകും, കഞ്ഞി വെക്കുന്നവരില്ലെങ്കിൽ കഞ്ഞി വെച്ചിട്ട് ചോറ് വെച്ചിട്ട് കഞ്ഞിയില്ല ഇപ്പോൾ. അപ്പോൾ ഈ ഇതെല്ലാം ആ സമയത്ത് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഈ സ്കൂളിനുള്ള സ്നേഹമുണ്ട്. നമ്മളെ പഠിച്ച ഈ സ്കൂളിനുള്ള വലിയൊരു ബന്ധം കൊണ്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ സ്കൂളിൽ ഇങ്ങനത്തെ പരിപാടി വിളിച്ചു ചേർക്കുക, അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കുക ഞാൻ വല്ലാണ്ട് പരിശ്രമിച്ചത്. ഇപ്പോൾ എന്താ വെച്ചാൽ ഞാൻ ഈ ഹൈസ്കൂളിലെ സമയത്ത് മറ്റേ ഒരുപാട് ആൾക്കാർ പല ശ്രമം നടത്തിയിരിക്കും. പക്ഷെ അവർ നടത്തിയിട്ട് അവരെല്ലാം കേൾക്കുന്ന നമ്മൾ ആയിക്കോട്ടെ. പക്ഷേ ഇതിൻ്റെ എന്താ പറയുക, നമുക്ക് എന്താ വെച്ചാൽ ഈ കറക്റ്റ് വില കിടക്കുക നമ്മളെ കേൾക്കാൻ പഠിപ്പിക്കാൻ വേണ്ടി നമ്മളെ മൊയ്തൊക്കെ അനുസരിക്കുന്നത് മൊയ്ത് കൊടിയുണ്ട്. ബഹുമാന്യനായ അധ്യക്ഷൻ, വേദിയിലെ ആദരണീയനായ ഗുരുവന്ദന്മാരെ, സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സുദിനമാണ്. നേരത്തെ ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 101 വർഷത്തെ ചരിത്രം പറയാനുള്ള ഈ സ്കൂളിലെ വിവിധ ബാച്ച്. പ്രിയപ്പെട്ടവർ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ മറക്കാൻ കഴിയാത്ത ഒരു സുദിനമാണിന്ന്. പല കാലങ്ങളിലായി വിവിധ ബാച്ചുകളിലായി പഠിച്ച ആളുകൾ ഈ സ്കൂളുമായി അഭേദ്യമായ ബന്ധമുള്ള അധ്യാപകന്മാരും വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ ഇവിടെ ഇടത്തുണ്ടായ കണ്ണേട്ടനെ പോലെയുള്ള വളരെ സീനിയറായിട്ടുള്ള വിദ്യാർത്ഥിമാരുകൾ ഇവിടെ ഉണ്ട്. കണ്ണേട്ടനുണ്ട്, നാണോട്ടനുണ്ട്, ഇതുപോലെ ബാലേട്ടനുണ്ട്. ഇവരൊക്കെ ഇവിടെ പഠിച്ച വിദ്യാർത്ഥികളാണ്. അങ്ങനെ ഇപ്പൊ ചില കുട്ടികൾക്ക് മനസ്സിലാവില്ല അന്നത്തത് അവരെ ഇവിടെ പഠിച്ചതാണോ എന്നുള്ളൊരു സംശയം ഉണ്ടാവും. അവരിൽ തുടങ്ങി ഇന്ന് ഈ നിലയിലെത്തിയ സ്കൂൾ ഈ നാടിന്റെ ഒരു വെളിച്ചം തന്നെയാണ്. 6ാം ക്ലാസ്സിൽ നാദാപുരത്ത് പോയി ചേർന്നപ്പോ ഏറ്റവും ക്ലാസ്സിൽ ഫസ്റ്റ് ഞാനാ. എന്തുകൊണ്ടാ ഫസ്റ്റ് ചോദിച്ചാൽ വാട്ട് ഡേ ഈസ് ടുഡേ എന്ന് ചോദിച്ചാൽ ടുഡേ ഈസ് സൺഡേ എന്ന് ഞാൻ ഉടൻ പറയും. അത് ചാത്തമാഷ് പഠിപ്പിച്ചത്. അങ്ങനെ ഓരോ how many days are in a week എന്ന് ചോദിച്ചാൽ there are 7 days ഞാൻ ഉടൻ പറയും. അപ്പൊ ക്ലാസ് മാഷേ അതുപോലെ തങ്ങളെ മാഷെ പറ്റി പറഞ്ഞ 1000 നാവിൽ പറയേണ്ടി വരും.
എന്റെ ജീവിതത്തിലെല്ലാം എന്നെ ഒരു വഴികാട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. എനിക്ക് ഈ ആംഗ്ല ഭാഷയോട് ഇരുത്തി 2 വാക്ക് വേദിയിൽ ഞാൻ പറയാന്നുള്ള ജീവിതത്തിൽ ഏറ്റവും ധന്യമായ നിമിഷം. ഞാന് ഒന്നുമല്ലാത്ത എന്നെയൊക്കെ ഒരാൾക്കൊണ്ടൊന്ന് പിന്നെ തങ്ങളുടെ ഭാഷയായിട്ടുള്ള ഒരു വിവരം പറയുമ്പോ എന്റെ മനസ്സിൽ ഓർമ്മ വരുക, തങ്ങളുടെ ഭാഷ ഈ സ്കൂളിലേക്ക് ചേർന്നതിന് ശേഷം പിന്നെ ഒരുപാട് അധ്വാനിച്ചിട്ടാണ് ഈ ലെവലില് ഈ സ്കൂളെത്തിയത്. അതുപോലെ മദ്രസയിലും പഠിപ്പിക്കും, സ്കൂളും പഠിപ്പിക്കും. മദ്രസയിൽ പഠിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് ഞങ്ങൾക്ക് സമ്മാനത്തിന് ഇവിടുന്ന് തരും. ഒരു സമ്മാനം എന്റെ മനസ്സിൽ ഇപ്പോൾ ഉണ്ട്, തങ്ങൾ തന്നെ ഒരു 550 നോട്ട് ബുക്ക്. ആ നോട്ട് ബുക്ക് എന്തിനാണ് പറഞ്ഞത്? യാസിൻ കാടാണ്ട് പഠിച്ചുകൊണ്ട് ഞങ്ങൾ കുറച്ച് 7 കുട്ടിയൊക്കെ തന്നതാണ് ഓർമ്മ. 7 നോട്ട് വളരെയിരിക്കും അമ്മൂക്കാന്റെ വീട്ടിൽ പോയിട്ട് സ്പെഷ്യലായിട്ട് വാങ്ങിക്കൊണ്ടുവന്ന് ഞങ്ങൾക്ക് തന്നു. അപ്പൊ 7 നോട്ടില് ആ നോട്ട് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇന്ന് നിങ്ങൾക്ക് നോട്ട് എന്ന് പറഞ്ഞാൽ നിസ്സാരായിരിക്കും. അന്ന് ഞങ്ങൾക്ക് നോട്ടൊന്നും ഉണ്ടാവില്ല. ഞങ്ങളെ താഴെ ഉണ്ടാവും ഒരു 10 കൊടുത്ത സ്ലേറ്റും കുറച്ച് കൂവ പെൻസിലും മറ്റു 2 പെൻസിലും. അതൊക്കെ പറഞ്ഞാൽ ദിവസങ്ങളാണ് പറയേണ്ടി വരും. ഞാൻ കൂടുതൽ നേടുന്നില്ല, പറഞ്ഞാലെങ്കിൽ നേരം പോലത്തോളം പറഞ്ഞു. അതുകൊണ്ട് ഞാൻ കൂടുതൽ എന്റെ വാക്കുകൾ നേടുന്നില്ല. പഴമയുടെ തനിമ നിലനിർത്തിക്കൊണ്ട, പഴമയുടെ തലവ് നിലനിർത്തിക്കൊണ്ടല്ല, പഴമയുടെ തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ സ്കൂളിനെ ഈ നല്ല ഒരു പുതിയ യുഗത്തിലേക്ക് ഏറ്റവും നല്ല മോഡിഫിക്കേറ്റ് ചെയ്ത് നല്ല ഒരു സ്കൂളാക്കി ഈ സ്കൂളിനെ മാറ്റി എല്ലാ സൗകര്യവും കൊണ്ട് ആധുനിക സജ്ജീകരണം തന്നെ ഉണ്ട്. ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ആ സൗകര്യങ്ങൾ നമ്മുടെ നാട്ടുകാർ ഉപയോഗപ്പെടുത്തണം. കഴിയുന്നതും ഇപ്പൊ എന്റെ മോനെല്ലാം പഠിപ്പിക്കുന്ന MIT അങ്ങനെ തുടങ്ങിയ സ്കൂളില്ല. പക്ഷെ അവരോടൊക്കെ ഞാൻ പറയുന്നത് അവിടുന്ന് പറയാറുണ്ട്, എല്ലാവരും ഇവിടെ ഇങ്ങനത്തെ ഗവൺമെന്റ് ശമ്പളം കൊടുത്തിട്ട് ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കി ഇങ്ങനെയുള്ള സ്കൂളുകളിലേക്ക് കൊണ്ടുവരുന്ന കുട്ടികളൊക്കെ വെറുതെ പ്രൈവറ്റ് സ്കൂളിൽ ഇത്ര പൈസ വെറുതെ നമ്മൾ കൊടുക്കുന്നത്. ഇത്രക്കാര് സൗകര്യം നമുക്ക് ചെയ്തു തരുമോ? അപ്പൊ അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ നമ്മളൊക്കെ ഒരു മുൻകരുതൽ ഉണ്ടാകണമെന്ന് മാത്രമാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത്. കൂടുതൽ നീണ്ടുപോയെങ്കിൽ എന്നോട് ക്ഷമിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും മഹാഭാഗ്യമായി ഞാൻ ഈ അവസരത്തെ കണക്കാക്കിക്കൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് നമ്മുടെ ബഹുമാന്യരായ ഗുരുനാഥന്മാരുടെ മുന്നിൽ നമിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഭാരത്. വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ ഇവിടെ പഠിച്ചു പോയിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരൻ, ഇപ്പോഴത്തെ തങ്ങൾ ഭാഷയും ചാർത്ത ഭാഷയും ഇവിടെ ഇരുത്തി സംസാരിക്കാൻ ചെറിയ പേടിയുണ്ട്. ആ പഴയ പേടിയുണ്ടല്ലോ, അതിപ്പോഴുണ്ട്. ഇത് പറയുന്നത് എന്താ? സത്യത്തിൽ ഈ സ്കൂളിലുണ്ടായ മാറ്റങ്ങൾ അത്ഭുതമാണ്. ഇവിടെ ഒന്ന് ചേർന്ന് പഠിക്കാൻ പോലും തോന്നിപ്പോകുന്നുണ്ട്. ഏതായാലും കൂടുതൽ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം പ്രസംഗിക്കാനല്ല, സ്വയം പരിചയപ്പെടാനും അതുപോലെ തന്നെ നമ്മുടെ കാലഘട്ടങ്ങളിൽ ഒന്ന് പുതുക്കിക്കൊണ്ടുവരുവാനുമാണ് എൻ്റെ ഒത്തുചേർന്നിട്ടുള്ളത്. കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല. എൻ്റെ ഈ പരിപാടിക്ക് അൻവറിന്റെ പരിശ്രമം വളരെ വലുതാണ്. ഈ ഒരു രൂപത്തിലാക്കി എടുക്കാനുള്ള വലിയ എഫേർട്ടാണ് അൻവർ എടുത്തിട്ടുള്ളത്. നല്ല ഇച്ഛാശക്തിയോടുകൂടി തന്നെ ഓരോ നിമിഷം പലപ്പോഴും എന്നെ വിളിക്കാറുണ്ട് നമ്മുടെ പരിപാടി എന്താവെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഈ പരിപാടി കാണുമ്പോൾ നല്ല വിജയമാണുള്ളത്. എല്ലാവർക്കും ഇവിടെ വന്ന് വരാൻ പറ്റില്ലല്ലോ, എല്ലാവരും ഗൾഫിലൊക്കെയാണ്. എല്ലാവർക്കും വന്നാൽ ഇവിടെ നമുക്ക് ഇവിടെ സമാധിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ആശംസകളും, എല്ലാവിധ ആശംസകളും ഈ പരിപാടികൾ നടന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അപ്പോൾ അടുത്തായിട്ട് ആശംസകൾ അർപ്പിക്കാൻ വേണ്ടിയിട്ട് വിനോദമായി ലഭിക്കുന്നു. ഈ സ്കൂളിന്റെ ആത്മാഭിമാനമായ ഈ നാട്ടിലെ വിദ്യാർത്ഥികളുടെ പല കാലഘട്ടത്തിലൂടെ പഠിച്ച വിദ്യാർത്ഥികളുടെ ഒരു യോഗം നടത്താൻ ഉദ്ദേശമുണ്ടെന്നും അത് കഴിഞ്ഞ ആഴ്ച ഒരു ഉദ്ദേശത്തോടെ എന്നോട് പറഞ്ഞു വരും. പക്ഷെ ചില സാങ്കേതിക കാരണങ്ങൾ കഴിഞ്ഞ ഞായറാഴ്ച പറ്റില്ലെന്ന് അൻവർ അറിയിക്കുകയും അടുത്ത ആഴ്ച ഉണ്ടെങ്കിൽ അറിയിക്കാൻ വളരെ ഇനിയാണെന്നാണ് അൻവർ എന്നെ വിളിച്ചു പറയുന്നത്. ഈ ഞായറാഴ്ച തീർച്ചയായിട്ടും ഉണ്ടാവും. അങ്ങനെയാണ് ഞാൻ വിളിച്ചത്. ഞാൻ എന്നെ ചില ആൾക്കാർക്ക് അറിയാമായിരുന്നു. ഞാൻ കല്ലാച്ചിയിൽ ഒരു കോളേജ് നടത്തിയിരുന്നു, ദ്രോണാചാര്യ കോളേജ്. അതിനുശേഷം ഈ സ്കൂളിന്റെ ഘടനാപരമായ മാറ്റം അത്യാവശ്യമാണ്. നേരത്തെ അറിയാം, അത് എത്രയും പെട്ടെന്ന് നടത്താൻ തീരുമാനിക്കും. പക്ഷേ ഇലക്ഷൻ കാരണം വെക്കേഷൻ സമയത്ത് നടത്താൻ പറ്റില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം പല ആൾക്കാരോട് വോട്ട് ചെയ്യാൻ വന്നപ്പോൾ അവസ്ഥയിലായിരിക്കുമല്ലോ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷമാണ് പദ്ധതി പ്രായോഗികമാക്കാൻ വേണ്ടി സാധിച്ചത്. ഈ അങ്കണത്തിലെ കൊച്ചു ബാലിക ബാലകന്മാരായി കത്തിക്കളിച്ച ആ കൈകാലുകൾ അതേ അങ്കണത്തിൽ അതേ ചെറിയ
എന്താ പറയേണ്ടത് മിനുക്കുപണി ചെയ്തതല്ലാതെ മറ്റു മാറ്റില്ല. അതേ കെട്ടിടത്തിൽ ബുദ്ധി വരുമ്പോൾ ഉണ്ടാവുന്ന ആ മനസ്സിന്റെ എന്താ പറയേണ്ടത് കൃതജ്ഞത അല്ലെങ്കിൽ സന്തോഷം എവരുടെയും മനസ്സിൽ എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് അളന്ന് മനസ്സിലാക്കി കഴിയും. എന്നാലും ഞാൻ മനസ്സിലാക്കുന്നു അത് അങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുന്ന ഓരോ മുഖവും. സ്റ്റേജിലുള്ള അധ്യാപകന്മാരെ, വേദിയിലുള്ള കുട്ടികളെ, അസ്സലാമു അലൈക്കും. എനിക്കിതൊന്നും പറയുന്നതെന്ന് അറിയില്ല. ഇത്രയും ആൾക്കാർ കണ്ട് നല്ല സന്തോഷമുണ്ട്. ഈ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ നമുക്ക് പണ്ടുള്ള ഓർമ്മകളാണ്. ഓർമ്മകൾ എന്ന് വെച്ചാൽ പണ്ടൊക്കെ പുളിയച്ചാറിൽ പിന്നെ വിശ്വമംഗലം LP സ്കൂളിന്റെ 100ാം വാർഷികം ആഘോഷിക്കുന്ന അവസരത്തിലാണ് നമ്മളെല്ലാം തന്നെ ഇവിടെ ഒത്തുചേർന്നത്. ഈ ഒത്തുചേർന്നതിൽ പ്രാധാന്യം നമ്മുടെ കുടുംബാംഗങ്ങൾ തമ്മിൽ പരിചയപ്പെടാനും കുടുംബ സംഗമം എന്ന നിലയിലാണ് ഇവിടെ ഈ യോഗം നടപ്പിലാക്കുന്നത്. എനിക്ക് പ്രിയമുള്ള ഈ നാട്ടുകാരായ ആൾക്കാരോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നത് ഈ വിഷയമാണെങ്കിലും LP സ്കൂളിന് സ്ഥാപനം നമ്മുടെ സ്ഥാപനമാണ്, നമ്മുടെ നാട്ടുകാരുടെ സ്ഥാപനമാണ്. ഇവിടെ വരുന്ന അധ്യാപകന്മാർക്ക് കാലഘട്ടങ്ങളിൽ കൊണ്ടിരിച്ചു പോവുകയും പുതുതായ ആളുകൾ ഈ സ്ഥാപനത്തിലേക്ക് കടന്നു വരികയും ചെയ്യുന്ന സാഹചര്യം നമ്മുടെ ഈ സ്കൂളിനെ മുന്നോട്ട് നടക്കുന്നുണ്ട്. പക്ഷേ അതിനൊക്കെ നമുക്ക് മാറ്റി ചിന്തിക്കാനുള്ള സാഹചര്യം നമ്മളുണ്ടാകണം. അങ്ങനെ ഉണ്ടാവണമെങ്കിൽ ഈ സ്കൂളിൽ അധ്യാപകർ കൂടി അതിന്റെ മുൻഭാഗമായിട്ടുണ്ടായിരുന്നു. ഇവിടെ അധ്യാപികമാരെന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ നിലവിലുള്ള അധ്യാപികമാർ എല്ലാവരും ഇവിടെ ഉണ്ടോ നിലയ്ക്ക് സംശയമാണ്. കാരണം അവരൊക്കെ ഇവിടെ ഇന്ന് വേണ്ടതാണ്. അപ്പൊ അങ്ങനെയുള്ള അധ്യാപകന്മാരും ഇതിന്റെ കുട്ടികളെ പുതിയ പാഠ്യങ്ങൾ തന്നെ സ്വായത്തമാക്കിക്കൊണ്ട് അവര് നല്ലവരുണ്ടായി. ഇന്ന് എല്ലാ മേഖലകളിലും ഹൈടെക്കായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് വിദ്യാഭ്യാസ മേഖല. ആ ഹൈടെക് കാലഘട്ടത്തിൽ അതിനനുസൃതമായിട്ടുള്ള പാഠ്യപദ്ധതികളും സംവിധാനങ്ങളും ഒരുക്കേണ്ടത് ഈ സ്കൂളിന്റെ കടലാണ്. അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട സ്കൂളിൽ ഈ നിലയിൽ എത്തിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ വളരെ സാധ്യതയൊക്കെ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഓലമേലുള്ള മൺകെട്ടാറുടെ വീടുള്ള സ്ഥാപനത്തിലാണ്. ഞങ്ങൾക്ക് ഇവിടെ 63-64 കാലഘട്ടത്തിൽ ഈ സ്ഥാപനത്തിൽ നിന്നും ഈ സ്കൂളിൽ നിന്നും ഒഴിഞ്ഞു പോയിട്ടുള്ള ഒരു വിദ്യാർത്ഥിയാണ്. അതിനുശേഷം തന്നെ മക്കളൊക്കെ ഇവിടെ പഠിച്ച് പല വിധത്തിൽ മുന്നോട്ട് കഴിഞ്ഞൊക്കെ പോകുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഈ സ്കൂളുകളിൽ നിലനിർത്തേണ്ടത് നമ്മുടെയൊക്കെ ഒരു കടമയാണെന്ന് കൂടി ഈ സംഗമത്തിൽ ആദ്യം ആദരിക്കുന്നത് നമ്മുടെ ചാത്തുമാശയാണ്. ചാത്തുമാശയെ ആദരിക്കാൻ വേണ്ടിയിട്ട് മൊയ്തു കൂടി ക്ഷണിച്ചു കൊടുക്കുന്നു. ചാത്തുമാശ തങ്ങൾ മാസ്റ്ററെ കുഞ്ഞബ്ദുള്ള പെരുമകര ആദരിക്കും. അടുത്തതായി ആദരിക്കാൻ ശാന്ത ടീച്ചർ ഇവിടെ എത്തിയിട്ടില്ല. അടുത്ത രാജലക്ഷ്മി ടീച്ചർ ബാബു OP ആദരിക്കുന്നത് ബാബു OP. അടുത്തതായി നിർമ്മല ടീച്ചറെ ആദരിക്കുന്നത് ഗിരീഷ്.
ശൈലജ ടീച്ചർ എത്തിയിട്ടില്ല, സുമ ടീച്ചറും ഇല്ല. ആദരിക്കുന്നു. ഞാൻ പഠിപ്പിച്ച ടീച്ചറല്ല, ഞാൻ പഠിപ്പിച്ച ടീച്ചറല്ല, ഞാൻ വിദ്യാഭ്യാസം വേദിയിലിരിക്കുന്ന എൻ്റെ അധ്യാപക സുഹൃത്തുക്കളെ, പ്രിയ വിദ്യാർത്ഥികൾ, എനിക്ക് ഇന്ന് ഏറ്റവും വലിയ സന്തോഷമുള്ള ദിവസമാണ്. കാരണം എൻ്റെ ജീവിതത്തിൽ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പഠിപ്പിച്ച കുട്ടികളെല്ലാവരെയും ഒരേ വേദിയിൽ വെച്ച് കാണാൻ സാധിച്ചല്ലോ എന്നൊരു സന്തോഷമാണ്. അത് ജീവിതത്തിൽ ഒരിക്കലും സാധിക്കില്ല ഇങ്ങനെയുള്ള ഒരു വേദിയില്ലാതെ. ഇടയ്ക്ക് ഇവിടെ കയ്യിൽ വെച്ചിട്ട് ചില കുട്ടികളെല്ലാം ഞാൻ കാണും, അവരുമായിട്ട് സംസാരിക്കും. പിന്നെ ഇതുപോലെ നമ്മുടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നടത്തി ഒരു സന്തോഷമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ സാധിച്ചത് എനിക്ക് ഏറ്റവും അധികം സന്തോഷം നൽകുന്ന കാര്യമാണ്. ഈ 101 വർഷമായി ഈ സ്കൂൾ ഇവിടെ ഉണ്ടായിട്ട് ഞാൻ ആദ്യമായിട്ട് സ്കൂളിൽ പ്രവേശിച്ചത് 3/9/73 ഏകദേശം 30-35 വർഷങ്ങൾക്ക് മുമ്പ്. അന്ന് ഈ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ മാരാറ് മാഷായിരുന്നു, കൃഷ്ണമാരാറ്. പിന്നെ തങ്ങളുടെ മാഷ, ഇന്ദിര മാഷ, EP ശാന്തകുമാരി, ജാനു ടീച്ചർ, കൃഷ്ണകുമാർ മാഷ, ഇവരായിരുന്നു ഇവിടുത്തെ എൻ്റെ സഹപ്രവർത്തകർ. അന്നത്തെ ഹെഡ് മാഷ്, പിന്നെ മാരാറ് മാഷ. അപ്പോൾ ഇവിടെ മുമ്പിലിരിക്കുമ്പോൾ എടുത്തതായ മാറ്റിയാണ് ഞാൻ ശരിക്കും ഓർമ്മിക്കുന്നത്. എന്താണെന്നറിയോ, മാരാർ മാഷ് സെൻറ്റോറിൽ ഈ സ്കൂൾ വാർഷികോത്സവം കൊണ്ടാണ്. അപ്പോൾ ബാലൻ എന്നോട് തങ്ങളുടെ മാഷോട് കുഞ്ഞിരാ മാഷോട് പറഞ്ഞു, മാരാർ മാഷ് ഈ സ്കൂളിൽ നിന്ന് റിട്ടയറിയിരുന്നു. വളരെ ഗംഭീരമായിട്ടാണ്. അതുപോലെ തന്നെ എല്ലാ രംഗത്തുള്ള കലാപരിപാടികളും ഇവിടെ നടത്തുകയുണ്ടായി. അവസാനം ബാലൻ്റെ നാടകമൊക്കെ പറയുകയും അങ്ങനെ ഓരോ സംഭവവും ഇപ്പോൾ സ്റ്റേജിൽ ഇവിടെ സ്കൂളിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ തേടി വരികയാണ്. 1974 മാരാർ മാഷ് ഈ സ്കൂളിൽ നിന്നും പിരിഞ്ഞു പോയത്. അതിനുശേഷം ഈ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ സ്ഥാനത്തേക്ക് കുഞ്ഞിരാ മാഷാണ് പിന്നെ വന്നത്. കുഞ്ഞിരാ മാഷ് ശേഷമാണ് ഞാൻ 1/4/1982 ഹെഡ് മാസ്റ്റർ സ്ഥാനത്ത്. 8 വർഷം ഞാനിവിടെ സഹ അധ്യാപകനായിട്ടും 22 വർഷം ഹെഡ് മാസ്റ്ററായിട്ട് ഇവിടെ ജോലി ചെയ്തു. അപ്പോൾ ഈ കാലയളവിൽ 8 വർഷം സഹാധ്യാപകനായിട്ട് ജോലി ചെയ്യുന്ന അവസരത്തിൽ കുട്ടികളുമായിട്ട് വളരെയധികം ഇടപെടാറുണ്ട്. എനിക്ക് മറക്കാൻ പറ്റാതെ ചില വിദ്യാർത്ഥികളുണ്ട്. അതിനുശേഷം കൂടുതലായിട്ട് കുട്ടികളായിട്ട് എനിക്ക് ഇടപെടാൻ സൗകര്യം ലഭിച്ചിട്ടില്ല. എങ്കിലും ഇവിടെ എൻ്റെ സഹപ്രവർത്തകർ, പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് പങ്കെടുപ്പാട് എല്ലാവരും തന്നെ കൂട്ടായിട്ടുള്ള പ്രവർത്തനം കൊണ്ടാണ് എനിക്ക് സുഗമമായിട്ട് ഈ കാലഘട്ടത്തിൽ ഈ സ്കൂളിലെ സുഗമമായിട്ട് മുന്നോട്ട് നയിക്കാൻ സാധിച്ചത്. അവരുടെ കൂട്ടായ പ്രവർത്തനം എൻ്റെ കഴിവുകൊണ്ടല്ല, അവരുടെ കൂട്ടായ പ്രവർത്തനം കലാകായികമേളയിലും കലോത്സവത്തിലും അതുപോലെ തന്നെ ശാസ്ത്രമേളയിലും എല്ലാം തന്നെ ഈ സ്കൂളിൽ നിന്ന് കുട്ടികളെ സജീവമായി പങ്കെടുപ്പിക്കുകയും അവർക്ക് സമ്മാനങ്ങൾ ലഭിക്കുകയും ചെയ്തു. അതെല്ലാം ഇവരുടെ കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ്. അപ്പോൾ ഈ സ്കൂളിന് നല്ലൊരു പേര്, അതായത് ഈ സ്കൂളിൽ നിന്ന് പഠിച്ച എത്രയോ വിദ്യാർത്ഥികൾ പല ഓഫീസുകളിലും അധ്യാപക രംഗത്തും എല്ലാം
സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സ്കൂളിൽ ഇപ്പോൾ വിനോദമാഷ് ഏറ്റെടുത്തതോടുകൂടി സ്കൂളിന്റെ മുഖച്ഛായ തന്നെ മാറി. ഇവിടെ ഇപ്പോൾ കാര്യം വരുമ്പോൾ ഒരു ദിവസമെങ്കിലും ഈ പുതിയ ബിൽഡിംഗ് വെച്ച് കുട്ടികൾ പഠിപ്പിക്കാൻ സാധിച്ചില്ലല്ലോ എന്നുള്ളൊരു സങ്കടം ഇപ്പോൾ ഉണ്ട്. ഞാനിവിടെ വരുന്ന അവസരത്തിൽ എന്താണ് കണ്ടത്, ഇവിടെ വലിയൊരു മെയിൻ ബിൽഡിംഗ് ഓല കൊണ്ട് മേഞ്ഞൊരു മെയിൻ ബിൽഡിംഗ്, താഴെ 2 ഷെഡ്. ഇവിടെ ഒരു പ്രത്യേകിച്ച് ഭൗതിക സൗകര്യം വളരെ മോശമായിരുന്നു. ഇന്ന് ഇതിന്റെ മുഖച്ഛായ ആകെ നല്ല മെയിൻ ബിൽഡിംഗ്, പിന്നെ ഫാനടക്കം ക്ലാസ് റൂമിലുണ്ട്, എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട്. കുട്ടികൾക്കും അധ്യാപകർക്കും ഏറ്റവും സുഖമായിട്ട് പഠിപ്പിക്കാനും പഠിക്കാനും ഉള്ള സൗകര്യങ്ങൾ എല്ലാം ഇവിടെ ഏർപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ പൂർവ്വ വിദ്യാർത്ഥികളായ നിങ്ങളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, നമ്മളുടെ സ്കൂളിൻ്റെ പുരോഗതിക്ക് വേണ്ടി, സ്കൂൾ എന്ന് പറയുന്നത് സരസ്വതി ക്ഷേത്രമാണ്, അതൊരു ക്ഷേത്രമായിട്ട് തന്നെ കണക്കാക്കുന്നത്. അങ്ങനെ വിനോദമാഷ പ്രവർത്തനവും അതുപോലെ തന്നെ അൻവറും പിന്നെ കോടിയണ്ടി മൊയ്തും ഇങ്ങനെയുള്ള കുറേയുള്ള പൂർവ്വ വിദ്യാർത്ഥികൾ ഈ സ്കൂളിൻ്റെ നന്മയ്ക്ക് വേണ്ടിയും അഭിവൃദ്ധിക്ക് വേണ്ടിയും വളരെയധികം പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ കലാലയം ഇനി അപ്ഗ്രേഡ് ചെയ്തുകൂടാന്നൊന്നുമില്ല. UP സ്കൂളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഹൈസ്കൂളോ മറ്റോ ആയി വന്നാൽ വളരെ സുഖമല്ലേ. അപ്പോൾ എല്ലാ അഭിവൃദ്ധിക്കും വേണ്ടി നിങ്ങളുടെ സഹകരണം ഉണ്ടാവണമെന്നാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ ഏറ്റവും ശോഭനമായി തീരെക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ഇപ്പോൾ വന്ന ശാന്ത ടീച്ചറെ ആദരിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ബാലഗണം ക്ഷണിച്ചു കൊടുക്കുന്നു. ആഗ്രഹം ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ട് നമ്മുടെ ശാന്ത ടീച്ചറെ ക്ഷണിച്ചു കൊടുക്കുന്നു. ബഹുമാന്യനായ ഈ സ്ഥാപനത്തിൻ്റെ മാനേജർ വിനോദ് മാസ്റ്റർ, സ്ഥാപനത്തിൻ്റെ പ്രധാന അധ്യാപിക ഗീന ടീച്ചർ, റിട്ടയർഡ് ഹെഡ് മാസ്റ്റർ ചാത്തു മാഷ്, റിട്ടയർഡ് ഹെഡ് മിസ്റ്റേഴ്സ് നിർമ്മൽ ടീച്ചർ, സർവീസ് കാലത്ത് തന്നെ മറ്റു വിദ്യാലയത്തിലേക്ക് അക്കരപ്പച്ച കണ്ട് സ്ഥലം മാറിപ്പോയ ഇപ്പോൾ നമ്മൾ ആദരിച്ച പ്രിയങ്കരിയായ ശാന്തകുമാരി ടീച്ചർ, രാജലക്ഷ്മി ടീച്ചർ, ഈ അടുത്ത ദിവസം ഇവിടുന്ന് പിരിഞ്ഞു പോയ, ഇപ്പോഴും പിരിയാനായില്ലയോ എന്ന് കാണുമ്പോൾ നമുക്ക് തോന്നിപ്പോകുന്ന അനിത ടീച്ചർ, മറ്റ് വേദിയിലിരിക്കുന്ന അധ്യാപക സുഹൃത്തുക്കളെ, സഹോദരിമാരെ, ഈ പരിപാടിയുടെ സംഘാടകരായ അൻവർ, മൊയ്തു, അബ്ദുള്ള, മറ്റ് സഹപ്രവർത്തകരെ, അവരോട് സഹകരിച്ച് പ്രവർത്തിച്ച സഹോദരിമാരെ, പൂർവ്വ വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളായ അടുത്തതായ ബാലേട്ടൻ, അടുത്തതായ കണ്ണേട്ടൻ, കിട്ടിയാമ്പുള്ളിൽ നിന്നാണ്, മറ്റ് പ്രായമുള്ളവരും കൂടുതലൊന്നും ഞാൻ കാണുന്നില്ല, സുഹൃത്തുക്കളെ, സ്നേഹിതന്മാരെ, ഇങ്ങനെ ഒരു അവസരം 101 കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പൂർവ്വ വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെ ഒരു സംഘടിപ്പിക്കാൻ തോന്നിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. പക്ഷേ നിങ്ങൾ വളരെയധികം വൈകിപ്പോയി. ഈ വിദ്യാലയം സത്യത്തിൽ എന്നൊരു അപ്രിയ സത്യങ്ങളാണ് ഞാൻ അധികവും പറയുന്നത്, മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ അന്ത്യശ്വാസത്തിലെത്തിയിട്ടും നിങ്ങൾ ഉണരാൻ വൈകിയതിൽ പ്രയാസം തോന്നി. വളരെ നേരത്തെ ഇതിനെ സംരക്ഷിക്കാൻ വേണ്ടിയതാണ്. ശാസ്ത്രമാഷോട് സൂചിപ്പിച്ചതുപോലെ ഈ വിദ്യാലയത്തിന് വലിയൊരു ചരിത്രമുണ്ട്. എല്ലാം പറയാൻ അറിയാവുന്ന ആരും സദസ്സിലുമില്ല, ഞങ്ങളുടെ കൂട്ടത്തിലില്ല. എനിക്ക് തോന്നുന്നത് കുഞ്ഞിക്കണ്ണൻ മാഷൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വലിയ സതീർത്ഥനായ ഒരു അധ്യാപകൻ, അയാൾ
ഇവിടെ എങ്ങനെ താമസിച്ചു എന്നുള്ള എനിക്ക് അറിഞ്ഞൂടാ. മൂപ്പർ സ്ഥാപിച്ചതാണ് ഈ ഒരു വിദ്യാലയം. വിഷ്ണുമംഗലത്ത് ഇങ്ങനെ വിഷ്ണുമംഗലം LP സ്കൂൾ എന്നൊരു വിദ്യാലയം സ്ഥാപിച്ചു. അദ്ദേഹം മരണപ്പെട്ടു. ആ മരണശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യ ഓടന്നൂരിനടുത്ത് കീഴൽമുക്കിൽ താമസിക്കുന്ന മൂലന്തോടി ലക്ഷ്മി അമ്മ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വലിയ അമ്മ മൂപ്പരതിൻ്റെ മാനേജർ സ്ഥാനം ഏറ്റെടുത്തു. അവരിവിടുന്ന് എങ്ങനെ അങ്ങ് തോടൻ വരുത്തി എന്നുള്ളത് എനിക്കറിയില്ല. കണ്ണനെ മറ്റോ അറിയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അന്ന് കണ്ണൻ്റെ അച്ഛൻ ചാത്തോട്ടിനൊക്കെ ഇവിടുത്തെ വിലസുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അന്ന് അങ്ങനെയാണ് ഈ വിദ്യാലയം ഇവിടെ വരുന്നത്. 971 ഞാൻ സത്യത്തിൽ നിങ്ങളൊക്കെ തങ്ങൾ മാഷെന്നൊക്കെ പറയുന്നെങ്കിലും എനിക്കൊരു അഹങ്കാരമില്ല. ഞാനൊരു അറബി അധ്യാപകനാണ്. വലിയൊരു നിങ്ങൾ പറയുന്നതൊന്നും ഞാൻ അറിയിക്കുന്നില്ല. മുസ്ലിം കുട്ടികൾ ഒറ്റയും പഠിക്കാത്ത ഈ വിദ്യാലയത്തിൽ 10 മുസ്ലിം വിദ്യാർത്ഥികളെ ചേർത്താൽ ഒരു അറബി അധ്യാപകൻ്റെ പോസ്റ്റ് സർക്കാർ തരും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അന്നത്തെ മാനേജറായ ലക്ഷ്മി അമ്മയുടെ സഹോദരൻ ഇവിടുത്തെ അധ്യാപകൻ കൂടിയായിരുന്ന കൃഷ്ണമാഷ്, ഒരു ആചാനുഭാവവും വളരെ ഒരു കാണാനൊക്കെ ഉള്ള ഒരു എന്താ പറയുക ഒരു സഭക്കുള്ളൊരു മനുഷ്യനായിരുന്നു. അന്ന് തമാശയായി നാട്ടിലുള്ള ആളുകൾക്ക് കൊണ്ടായാൽ കുറവായിരുന്നു വലിയാർ മാഷ്. അതായത് ഞാനിതുപോലെ തൂവുള്ള വസ്ത്രം ഉൾക്കൈയൊക്കെ ആയിട്ട് ഒരു നല്ല ക്ലീനായി ജീവിക്കുന്ന മനുഷ്യനാണ്. പഠിച്ച കുട്ടികൾക്കൊക്കെ അറിയാം. അദ്ദേഹത്തിനെ കാണുകയും എന്നെയൊക്കെ ഒരു പോസ്റ്റർ ഉണ്ടാക്കാൻ സൗകര്യം ചെയ്തു തരണമെന്ന് പറയുകയും അങ്ങനെ പരിസരത്തുള്ള കുറേ കുട്ടികളൊക്കെ സംഘടിപ്പിക്കുകയും കുറച്ച് കുട്ടികളെ കല്ലാച്ചി സ്കൂളിൽ നിന്നൊക്കെ തേടിക്കൊണ്ടുവന്ന ഒരു 10-20 കുട്ടികളുമായാണ് ഞാനിവിടെ വന്നത്. അത് 971 എൻ്റെ പ്രിയ സ്നേഹിത ഇപ്പോഴത്തെ പ്രധാന അധ്യാപിക ഗീത ടീച്ചറോട് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, അന്നാണ് മൂപ്പറ ജനനത്തിൻ്റെ. ഞാൻ സ്കൂളിൽ ചേർന്ന ദിവസം ജനിച്ചൊരു സഹോദരിയാണ് ഇപ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ പ്രധാന അധ്യാപിക എന്നുള്ളത് പ്രത്യേകം സന്തോഷമുണ്ട്, ഒരു പ്രാധാന്യം അറിയിക്കുന്നു. അപ്പോൾ അങ്ങനെ ഞാനിവിടെ വരുമ്പോൾ 1 മുതൽ 5 വരെ ക്ലാസ് ഈ ഒരു മെയിൻ ബിൽഡിങ്ങും അപ്പുറത്ത് ആ ബിൽഡിങ്ങും അത്രയാണുള്ളത്. ഇതിലാണ് 5 ക്ലാസ് നടക്കുന്നത്. പക്ഷേ 5 ക്ലാസ് നടക്കുന്നത് കുഴപ്പമില്ല, 10-60 കുട്ടികളെ ഉള്ളൂ. എൻ്റെ വരവോടുകൂടി എൻ്റെ പ്രാധാന്യം ഞാൻ പറയുകയല്ല, ഞാനൊരു ചരിത്രം പറയുന്നതേ ഉള്ളൂ. കുട്ടികൾ വർദ്ധിച്ചു. 5 ക്ലാസ്സുള്ളത് 6 ക്ലാസ്സായി. ഞാൻ ചേർന്ന ആ സമയത്ത് തന്നെ ഒട്ടനൂർ നാരായണ ഗ്രൂപ്പിൻ്റെ സഹോദരി ജാനു ടീച്ചർ, സഹോദരി ഇപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ശാന്ത ടീച്ചർ ഇപ്പോൾ എൻ്റെ മകൻ താമസിക്കുന്ന പണിക്കോട്ടി ആ ഭാഗത്ത് അവിടെ ഞാനാണുള്ളത്. അപ്പോൾ അവർക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കി, അവിടെ ഷെഡ്യൂൾ ഉണ്ടാക്കി. ആ ഷെഡ്യൂൾ ഇപ്പോൾ പൊളിച്ചു പോയപ്പോൾ ശാന്ത ടീച്ചറുടെ അധ്യാപിക അല്ല ജാനു ടീച്ചർ അധ്യാപിക അന്ന് വന്നതാണ് ബഹുമാനിയായ ശാന്ത ടീച്ചറും. എൻ്റെ ശേഷമാണ് പ്രിയപ്പെട്ട ചാത്തുമാഷ് ഇവിടെ ജോയിൻ ചെയ്യുന്നത്. അപ്പം അങ്ങനെ കുട്ടികൾ വർദ്ധിച്ച് പിറ്റത്തെ കൊല്ലം പിന്നീട് 1 ക്ലാസ് കൂടി കൂടി. ചുരുക്കം 5 ക്ലാസ്സിൽ 4 ക്ലാസ്സും ഡിവിഷനായി. 4 8 ക്ലാസ്സും ഒരു 5-ാം ക്ലാസ് 9 ക്ലാസ്, 9 അധ്യാപകരും ഈ അറബി ഭാഷയായ ഞാനും അങ്ങനെ അത് 10 ആൾ കൂടി വിലസിയ ഒരു വിദ്യാലയമാണ്. ഞാനിവിടുന്ന് പിരിഞ്ഞു പോകുമ്പോൾ 2006 ഞാൻ പിരിഞ്ഞു പോയത്. 275 കുട്ടികളിവിടെ പഠിക്കുന്നത്. എൻ്റെ കറാമത്തൊന്നുമല്ല, എന്തുകൊണ്ടോ ഞാനിവിടെ വരലോടുകൂടി മുസ്ലിം സമുദായത്തിലെ കുട്ടികൾ പഠിക്കാത്ത വിദ്യാലയത്തിൽ മുസ്ലിം കുട്ടികളെല്ലാം പഠിക്കാൻ തുടങ്ങുകയും ഇവിടെ ഒരു മദ്രസ സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി. അതൊക്കെ എൻ്റെ മുന്നിലിരിക്കുന്ന മുസ്ലിം വിദ്യാർത്ഥികൾക്കൊക്കെ അറിയാം. മദ്രസ ഇല്ലാത്ത സ്ഥലത്ത് മദ്രസ ഉണ്ടാക്കുകയും പല സംഭവങ്ങളും നടന്നിട്ടുണ്ട്. ഇപ്പോൾ മനോഹരമായ മദ്രസ ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ആ 275 കുട്ടികളുള്ള വിദ്യാലയം ഇന്ന് വളരെ ദുഃഖകരമാണ്. ഇതിൻ്റെ അവസ്ഥ 36 കുട്ടികളാണ് ഇവിടെ ഉള്ളതെന്നാണ് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ. എന്തുകൊണ്ട് ഈ നിലയ്ക്ക് ഈ വിദ്യാലയം അമർന്നുപോയി? ഈ വിദ്യാലയം ഇങ്ങനെ തന്നെ മരിച്ചു പോയാൽ ഈ നാട്ടിനും നമുക്കും അതൊരു വലിയ ദുഃഖ സത്യമല്ലേ. ഇതിനെ ഉയർത്തെഴുന്നേൽപ്പിക്കേണ്ട ബാധ്യത എൻ്റെ മുമ്പിലിരിക്കുന്ന ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നാട്ടുകാരുമായ എല്ലാ സമുദായത്തിലെ ആളുകൾക്കും. ഈ വിദ്യാലയം ഒന്നിനും കൊള്ളാത്ത സ്കൂളായതുകൊണ്ടാണ് പറഞ്ഞിട്ടും കഴിയില്ല.
അവിടെ ഇതിൻ്റെ കെട്ടിടമൊന്നും ശരിയില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ബഹുമാനായ വിനോദ മാഷ് 10-20 ലക്ഷം രൂപ ചെലവഴിച്ച് ഈ വിദ്യാലയത്തിൻ്റെ സ്വഭാവം തന്നെ മാറ്റിയത്. ഇന്ന് ഇതൊരു അണിഞ്ഞൊരുങ്ങിയ ഒരു സുന്ദരിയായിട്ടാണ് ഈ വിദ്യാലയം എത്തുന്നത്. ഈ വിദ്യാലയത്തിൻ്റെ സൗന്ദര്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഈ വിദ്യാലയത്തിലെ അധ്യാപകന്മാരെ നന്നാക്കി എടുക്കാനുള്ള ശ്രമം നടത്തുന്നതിന് പൂർണ്ണ പിന്തുണ ഈ നാട്ടുകാരായ നിങ്ങളെല്ലാവരും നൽകണമെന്നാണ് എനിക്ക് നിങ്ങളോട് ആശംസിക്കാറുള്ളത്. ഇത് കെട്ടുപോയാൽ വലിയ സങ്കടമുള്ള കാര്യമാണ്. ഇത് കെട്ടുപോകരുത്. ഇത് നമുക്ക് നിലനിൽക്കണം. എല്ലാ പ്രദേശത്തും കുട്ടികളെ സംഘടിപ്പിച്ച് ഈ വർഷം അതിൻ്റെ അവസരം കഴിഞ്ഞു. അടുത്ത ജൂണിലാണ് അടുത്ത വിദ്യാലയ വർഷം. അപ്പോൾ ആ ഏപ്രിൽ മെയ് മാസത്തിൽ വേണ്ടുന്ന ശ്രമങ്ങളൊക്കെ നടത്തിയിട്ട് 5 ക്ലാസ്സിന് ശരിക്കും പറഞ്ഞാൽ ഒരു 75 കുട്ടികളെങ്കിലും വേണം തോന്നുന്നുണ്ട്. എക്കണോമിക്കൽ സ്ഥാനത്ത് നിന്ന് ഇത് മാറിക്കിട്ടാൻ വേണ്ടി ഇപ്പം തന്നെ എനിക്ക് തോന്നുന്നത് ഇവിടെ 5 അധ്യാപകരും 6 അധ്യാപകർ ഇപ്പോൾ ഇല്ലേ ടീച്ചറല്ലേ? 6 അധ്യാപകരുള്ളതിൽ ഇപ്പോഴും 3 പേർക്കാണ് ഇവിടെ ശമ്പളം കിട്ടുന്നത്. ഇതിനൊക്കെ ഒരു മാറ്റങ്ങൾ ഉണ്ടാക്കിയാൽ മാത്രമേ പണി തത്തൊരു ഇരുമ്പോട്ടും ഇല്ല എന്ന് മുമ്പുള്ളവർ പറയാറുണ്ട്. വലിയ ഗംഭീര മീറ്റിംഗായി, വലിയ ബിൽഡിങ്ങായി, മാനേജറായി, ജാത്തുമാഷായി, ഡയറ്റ് ടീച്ചറായി, എല്ലാ ടീച്ചർമാരും ഒക്കെ അണിഞ്ഞൊരുങ്ങി നിന്നു. കുട്ടികളില്ലാതെ വിദ്യാലയം 45 കുട്ടികളും ഒരു 5-6 മാഷന്മാരും ഇവിടുന്ന് എന്തൊക്കെയോ കളിച്ചു കൂട്ടി പഠിപ്പിച്ച് കുട്ടി ആ കുട്ടികൾക്ക് സുഖമായിട്ട് പഠിക്കാനുള്ളൊരു അവസരം ഉണ്ടാവും എന്നുള്ളതൊരു സത്യമാണ്. നേരത്തെ ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ 46 കുട്ടികളില്ല. ഞാൻ 5ാം ക്ലാസ്സിൽ നിന്നൊക്കെ ചോദിച്ചു. 5ാം ക്ലാസ്സൊക്കെ ഡിവിഷനായിട്ട് 50-60 കുട്ടികളായിട്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് പറയാറുള്ളത്. അതെല്ലാം സമയം ക്ഷമിക്കുകയോ നിങ്ങളുടെ ഗുണത്തിനായിരിക്കാം അങ്ങനെ ചെയ്തത്. ഒരു പ്രയാസം ആരും കാണിച്ചിട്ടില്ല, ആരും തിരിച്ചടിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ കാണിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കാം. അപ്പോൾ അത് ആ കാര്യങ്ങളെല്ലാം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇനിയും ഓർമ്മിക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് ഭാരത്. പോകേണ്ടത് അത്യാവശ്യമുണ്ട്. ഞാനിടയ്ക്ക് പോവും. അതിൻ്റെ സമ്മർദ്ദങ്ങൾ തരണമെന്നും കൂടി പറയുന്നു. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ആദ്യമേ നിങ്ങളോട് ഞാൻ വളരെയധികം എൻ്റെ ഹൃദയത്തിൽ തൊട്ടിച്ച് ഈ ഷാൾ അണിയിച്ചതിനും ഇവിടെ ഇങ്ങനെ വന്ന് നിങ്ങളോടൊപ്പം കൂട്ടുകൂടാനും കഴിഞ്ഞതിൽ ഞാൻ വളരെയധികം നന്ദി പറയുകയാണ്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള നമ്മുടെ അന്വറോടും അതുപോലെ കോടിയേണ്ടി പോയതും എല്ലാ വീടുകളിലും പോയിട്ട് ഞാനിന്നിവിടെ ശരിക്കും പറഞ്ഞാൽ ഞാനിന്നിവിടെ എത്തിയിട്ടായിരുന്നു. 22 നിങ്ങൾ വെച്ച പരിപാടിക്ക് ഞാൻ കളിപ്പറമ്പിലായിരുന്നു. അപ്പോൾ അന്വർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ ടീച്ചർ ഒരു വോയിസ് മെസ്സേജ് ആയിരുന്നു. അപ്പോൾ ഞാൻ വോയിസ് മെസ്സേജ് ഇട്ടപ്പോൾ പിന്നീടാണ് പറയുന്നത് അന്വർ പോയത്. ഇപ്പോഴും ഞാൻ ഡോക്ടറെ കൂടെ ഇന്ന് ഡ്യൂട്ടിക്ക് പോകപ്പെട്ട ഒരാളായിരുന്നു. അപ്പോഴാണ് അന്വർ വിളിക്കുന്നത്, ടീച്ചറെ ഇന്ന് എന്തെങ്കിലും തരത്തിൽ മാറ്റി വെക്കുന്നത്. അപ്പോൾ ഡ്യൂട്ടിയിനിടയിൽ എന്നെ 2 പ്രാവശ്യം വിളിച്ചു, ടീച്ചർ ഇന്ന് വരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഡ്യൂട്ടി മാറ്റി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾക്ക് സുന്ദരമായിട്ട് എനിക്ക് ഒരേ കാര്യങ്ങളോട് സംസാരിക്കാറുണ്ട്. നമ്മുടെ 24 മണിക്കൂർ നമ്മൾ എത്ര സമയം ഉറങ്ങിക്കാം, എന്നാലും ബാക്കി സമയം നമ്മൾ നടക്കുമ്പോൾ, ഇരിക്കുമ്പോൾ, വർത്തമാനം പറയുമ്പോൾ നമുക്ക് ഇപ്പം നമ്മുടെ സ്വന്തം കാര്യം നടക്കാൻ കഴിയുന്നത്. ഈ സമയത്ത് നിങ്ങൾ സമൂഹത്തെ സംഘടിപ്പിക്കുക, നമ്മുടെ അടുത്തിരിക്കുന്ന വ്യക്തിയെ നന്നാക്കുക. എനിക്ക് പാട്ട് മാത്രമേ അറിയുള്ളൂ മക്കളെ. ഞാനതുകൊണ്ട് പാട്ടിൽ എല്ലാം ഒതുക്കാൻ വിചാരിക്കുകയാണ്. നിങ്ങൾ എന്നോട് പാട്ട് പാടാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ പാട്ടുകാരി ടീച്ചറാണ് ഞാൻ. ഇപ്പോഴും ഞാൻ പാട്ടിലാണ്. ഈ സമയത്ത് ഞാൻ പാട്ട് പഠിപ്പിക്കുന്ന ടീച്ചറാണ്. ഞാൻ ഇപ്പോഴും ഒരു വിദ്യാർത്ഥിയാണ്. ഞാനൊരു സംഗീത വിദ്യാർത്ഥിയാണ്. ഇവിടെയുള്ള ടീച്ചേഴ്സിനറിയാം ഞാൻ ഇപ്പോഴും പാട്ട് പാടുകയാണ്. അപ്പോൾ എനിക്കിപ്പോൾ ശബ്ദമില്ല എങ്കിൽ ഞാൻ എൻ്റെ 6 പുസ്തകങ്ങൾ ഞാനിപ്പോൾ ഈ സ്കൂൾ കാലഘട്ടം കഴിഞ്ഞപ്പോൾ ആദ്യത്തെ പുസ്തകം തന്നെയാണ് പ്രസിദ്ധീകരിച്ചത്. എനിക്ക് പ്രശസ്തിയും ഒന്നും വേണം, നിങ്ങളുടെ മനസ്സിൽ ഞാനുണ്ടാകില്ല. എനിക്കത് മാത്രമാണ് എൻ്റെ പ്രശസ്തി. ഞാൻ കൂട്ടുകൂടുന്ന സമൂഹത്തോടാണ് എനിക്ക് പ്രതിബദ്ധത. അവരെന്നെ മനസ്സിൽ സൂക്ഷിക്കുന്നത്. എനിക്ക് ഫേസ്ബുക്കും വാട്സപ്പും കൂടെ പ്രശസ്തി വേണ്ട, എനിക്ക് ഒരുപാട് അവാർഡുകൾ വേണ്ട, എനിക്ക് ഒരുപാട് മൊമെന്റോകൾ വേണ്ട. ഞാൻ എൻ്റെ കൂടെ ഇരിക്കുന്ന ആൾക്കാരെ കഴിവുകളുണ്ട്. പണ്ടും ഞാൻ ചെയ്തിട്ടുള്ളതാണ്. എന്താണ്, ഒരു കുട്ടിക്ക് പാടാനുള്ള കഴിവുകളുണ്ടെങ്കിൽ ഞാൻ അവനോട് മോനെ എത്രയോ തവണ ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് മൈക്ക് വെച്ചിട്ട് പാട്ടായി പോയി തോന്നുന്നു. കുട്ടികളെ വീട്ടിലെത്തിയിട്ട് മൈക്ക് CCP സ്കൂളിലെ കുട്ടികൾക്ക് ഒരുപാട് മൈക്കിനുള്ള വരുന്ന കുട്ടികളാണ്. അപ്പം മൈക്ക് കാണാത്ത കുട്ടികൾ ആദ്യമായി മൈക്ക് കാണുമ്പോൾ ഞാൻ പറയും, നിങ്ങൾ സ്റ്റേജിന്റെ പേടിയൊന്ന് മാറ്റാം, സമ്മാനമൊന്നും വേണ്ടടോ, ഞാൻ തരാം. ഒരുപാട് പുസ്തകങ്ങളുണ്ട്.
സന്ദർഭം ഉണ്ടാക്കി തന്നെ എനിക്ക് നമ്മുടെ പ്രിയ ശിഷ്യനായ അൻവറോടും മറ്റേ മൊയ്തോടും ഇവരോടൊക്കെ തന്നെ നന്ദി പറഞ്ഞാൽ തീരാത്ത ഒരു കടപ്പാടാണുള്ളത്. അപ്പൊ ഞാൻ ഒറ്റ കവിത നിങ്ങൾക്ക് ചൊല്ലിത്തരാം. ആ കവിത നിങ്ങൾക്ക് സമയം നഷ്ടപ്പെട്ടില്ലെന്ന് വിചാരിക്കുന്നത്. ഇത് എൻ്റെ ഒരു കവിതയാണ്. അപ്പൊ നിങ്ങളെ കുട്ടികളായിട്ട് എൻ്റെ മുന്നിൽ ഇരിക്കുന്നതുകൊണ്ട് ഒരു കുട്ടികൾക്ക് വേണ്ടി ഒരു കവിത ഞാൻ വായിച്ചാൽ. കവിതയുടെ പേര് ഉണ്ണി അറിയാതെ എന്നാണ്. ഉണ്ണി അറിഞ്ഞില്ല ഇതുവരെയൊന്നുമേ, അവൻ അമ്മയോടൊപ്പം കളിക്കുകയായി. ഉണ്ണി അറിഞ്ഞില്ല ഇതുവരെയൊന്നുമേ, അവൻ അമ്മയോടൊപ്പം കളിക്കുകയായി. മിണ്ടാതെ കിടക്കുകയാണമ്മ, ഈ അമ്മയ്ക്ക് എന്തൊരു കോപം. ഉദപ്പു വലിച്ചവൻ തലവഴി ഓടുന്നു, ഉമ്മ വയ്ക്കുകയായി. എന്നിട്ടും എന്റെ അമ്മയുണരാത്തു, ഉണ്ണിക്കും കോപമായ അമ്മയോട്. തെരുവരെ ഉമ്മ വയ്ക്കുകയായി. എന്നിട്ടും എന്റെ അമ്മയുണരാത്തു, ഉണ്ണിക്കും കോപമായ അമ്മയോട്. ഉറക്കെ വിളിച്ചു കരഞ്ഞു നോക്കി, കവിളിൽ മെല്ലെ കടിച്ചു നോക്കി, ഇക്കിളിയാക്കി കളിച്ചു നോക്കി. എന്റെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് അവരോട് നന്ദി പറയുന്നു. എല്ലാത്തിനും ഈ സ്കൂൾ ഇത്രയും നല്ല രീതിയിലാക്കി വിനോദ മത്സരത്തിൽ ആദ്യമേ നന്ദി പറയട്ടെ. ഒരുപാട് കാലം ഞങ്ങൾ തിരുവനന്തപുരത്ത് നട്ടുച്ചെയ്ത് തീർത്തിട്ടുണ്ട് കുട്ടികൾക്ക് വേണ്ടി. ഒരുപാട് ടീച്ചർ, ഞാനും പ്രഭാവതി ടീച്ചർ, എന്റെ ടീച്ചറൊക്കെ വെയില് കൊണ്ടിട്ട് കുട്ടികൾക്ക് വേണ്ടി ഇരുന്നിട്ടുണ്ട്, കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഇറങ്ങുമ്പോൾ എന്റെ ക്ലാസ്സിൽ 48 കുട്ടികളുണ്ട്. ധൈര്യമായിട്ട് പറയാം, എന്റെ ക്ലാസ്സിൽ 48 കുട്ടികളുണ്ടായിരുന്നു. 5ാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചറായിരുന്നു ഞാൻ. കുഞ്ഞിരാം ഭാഷ എനിക്ക് വിചാരിക്കും എൻ്റെ എൻ്റെ ഹൃദയം കടയാണ്. കാരണം അത്ര നല്ലൊരു അധ്യാപകൻ, നല്ല കലാകഴിവുള്ള അധ്യാപകനാണ് നമ്മൾ വിട്ടുപിരിഞ്ഞു പോയത്. അതേപോലെ മറ്റൊരു അധ്യാപകനാണ് ഭാരത മാഷ്. സാധിക്കുമെന്ന് നിങ്ങൾ പോയി അദ്ദേഹത്തെ കാണാം, കിടപ്പിലാണ്. ഓർമ്മകൾ നഷ്ടപ്പെട്ട് നല്ലൊരു അധ്യാപകനായിരുന്നു. നമ്മുടെ ശുഭ ടീച്ചറിൽ നമ്മുടെ കൂടെ ഇല്ല, ടീച്ചർക്ക് ലീവിലാണ്. പ്രഭാവതി ടീച്ചറില്ല. ഇവരൊക്കെ സ്മരിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞോട്. എന്നാ പറയേണ്ടത്, 1971 ഞാനിവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. അന്ന് ഏറ്റവും വലിയ വിഷമമുള്ള കാര്യമായിരുന്നു. അച്ഛൻ വെച്ചിട്ട് 3ാം മാസമാണ് ഇവിടെ വന്ന് പഠിപ്പിച്ചത്, 71. പിന്നെ ഇവിടെ വരുമ്പോൾ വളരെ കഷ്ടപ്പാടായിരുന്നു.
ഇവിടെ വന്ന ആളുകൾക്കൊക്കെ സർപ്രൈസ് ഗിഫ്റ്റ് ഇവിടെ തയ്യാറായി. കുപ്പിക്കുഴിനെ മുത്തി എന്ന് പറഞ്ഞില്ല, അതുപോലെ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് രജിസ്ട്രേഷൻ ചെയ്യണം. നസീമ കുരുന്നകണ്ടി നസീമ കുരുന്നകണ്ടി കൊടുത്തു റുക്കിയ മറക്കണ്ടില്ല റുക്കിയ അസീസ് അൽമിലാജിയുണ്ട ഉരുട്ടല്ല പൊന്തിക്ക് ആസിയ മടത്തില് ആസിയ മടത്തില് ബാബു കളങ്ങര കൂടത്ത് കുഞ്ഞമ്പതി കളത്തിൽ ഗിരീഷ് കല്ലമ്പല് ഗിരീഷ് നസീബായന്റെ നസീബായൻ മാമി കോടിയുണ്ട് ജമീല ബീക്ക് ഗിരീഷ് കമ്പിനോക്കര ഓ സുജാതക്ക് സുജിത കുരുന്നകണ്ടി സോറി മാധു മീതല വലിയതായ
മനസ്സിലായല്ലോ. നമ്മുടെ ഈ സ്കൂളിൽ ഇന്നത്തെ പരിപാടി പങ്കെടുത്ത ഒരു ഭയങ്കര ഭാഗ്യമായിട്ടാണ് കാണുന്നത്. എന്താ വെച്ചാൽ എത്രയോ ഇപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ഒരു 30 വർഷം മുന്നേ പഠിച്ച ഒരു വിദ്യാലയത്തിൽ നമ്മൾ ഒന്നിക്കുക, അധ്യാപകരെ കാണുക, അതേപോലെ ഇരിക്കുക, ഇതെല്ലാം നമ്മളെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടാണ് ഇതിൽ കാണുന്നത്. ഇപ്പോൾ സുബോധ ആയിക്കോട്ടെ, സുബോധ് പുറത്ത് ഗൾഫിലും കാര്യങ്ങൾ ഒരുപാടായി ഞാനിപ്പോൾ കാണാത്ത, ഇപ്പം നാട്ടിൽ തന്നെ ഇവരെ കാണലില്ല. ഏകദേശം 40 വർഷങ്ങൾക്ക് ശേഷമാണ് കണ്ടുമുട്ടുന്നത്. അപ്പോൾ നമുക്ക് ഒരാളെ പറ്റിയും ഒരു മുഖപരിചയമൊന്നുമില്ല. ഇവിടെ എത്തിയപ്പോൾ ആളെ കണ്ടുനോക്കുമ്പോൾ ഒക്കെ ഏകദേശം ഓർമ്മ വരുന്നുണ്ട്. പിന്നെ പഴയ മാഷന്മാരെ ടീച്ചർമാരൊക്കെ കണ്ടപ്പോൾ അതിയായ സന്തോഷം. നമ്മൾ ചെറുപ്പത്തിൽ അന്ന് പഠിച്ച ഒരു കുട്ടിക്കാലത്തിലേക്ക് നമ്മൾ പിന്നെ ഒരു മനസ്സങ്ങ് താഴ്ന്നു പോവുക ഇവിടെ എത്തി നോക്കുമ്പോൾ. അന്നുള്ള വിദ്യാലയങ്ങളും അന്ന് പല ഓർമ്മകളിങ്ങനെ വന്നുകൊണ്ടിരിക്കുക നമ്മുടെ മനസ്സിൽ. ഇത് വരാൻ പറ്റാത്തവർക്ക് ഭയങ്കര നഷ്ടം തന്നെയാണ്. ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടമാണ് നമുക്ക്. എന്ത് തിരക്കുണ്ടെങ്കിൽ തിരക്കെല്ലാം മാറ്റി വെച്ച് മാഷന്മാരും കാര്യങ്ങളും അവരെ അനുഭവങ്ങളും പിന്നെ ഈ സ്കൂളിൻ്റെ ചരിത്രങ്ങളും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റി. അതൊരു ഭയങ്കര ഭാഗ്യമായിട്ട് കാണുന്നു. ഒരുപാട് വർഷത്തിന് ശേഷം നമ്മൾ ഒത്തുകൂടിയ ഒരു ദിവസമായിരുന്നു. വളരെ സന്തോഷമുണ്ട്. പൂർവ്വ വിദ്യാർത്ഥികൾ, പല കാലഘട്ടത്തിലുള്ള വിദ്യാർത്ഥിനികളെയും പണ്ട് നമ്മളെ പഠിപ്പിച്ച രാത്രി മാഷ്, തങ്ങളുടെ മാഷ്, ഇപ്പോഴത്തെ ടീച്ചേഴ്സിനും പുതിയ ടീച്ചേഴ്സിനും നമുക്ക് അറിഞ്ഞുകൂടാം. എന്നാലും വളരെ സന്തോഷമുണ്ട്. ഇതൊരു വളരെ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. വളരെ സന്തോഷം. കുഞ്ഞിരാം മാഷ് ഇപ്പോൾ അയാൾ ജീവിച്ചിരിപ്പില്ല. നല്ല എല്ലാവരും എൻ്റെ അച്ഛനെ ഞാൻ പഠിപ്പിച്ച ഒരു മാഷായിരുന്നു കുഞ്ഞിരാം മാഷ്. പിന്നെ അയാളൊരു പട്ടപ്പേര് വെച്ചാൽ ഒരിക്കലും എന്നോടങ്ങ് പറഞ്ഞു പറ്റി കുഞ്ഞിരാം മാഷ് അയാളെ നമ്പുന്നു. അയാൾ കേട്ടിട്ട് എന്നെ ഇന്ന് വിളിച്ച് ഒരുപാട് ഇനി ഇത് ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഞാൻ നിന്നെ കണക്കെടുക്കും പറഞ്ഞ അയാൾ നല്ല വാണിയാണ്. നിങ്ങൾ കാര്യം പറഞ്ഞു നമ്മളെ പാള വെച്ച് കെട്ടിയിട്ട് ഇപ്പോൾ ഷാജി പറഞ്ഞു ഇങ്ങനെ ഒരു വിദ്യാർത്ഥി നിങ്ങൾ എപ്പോൾ പഠിക്കുന്നത് അപ്പോൾ വേഗം പാള വെച്ച് കെട്ടി ബഷീർ. ഈ അനുഭവം ഇപ്പോൾ ഷാജി ഇപ്പോൾ പാകൊടുത്ത് പറഞ്ഞു. അടി കൈക്കാക്കി അങ്ങനെയുള്ള ഒരുപാട് തമാശകളും ഒരുപാട് ജീവിതാനുഭവങ്ങളും നിറഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു അത്. അപ്പോൾ ഇന്നത്തെ പോലെ എല്ലാ ആധുനിക സജ്ജീകരണങ്ങളൊന്നുമില്ല. ഇവിടെ നമ്മൾ ഇവിടുന്ന് ഉപ്പിലേൻ്റെ ചപ്പച്ചാണ് റവ വാങ്ങുന്നത്. ഇന്നലെ എവിടെയായിരുന്നു നമ്മുടെ റവയിലുണ്ടാക്കുന്നത് ആ കൂട അല്ലേ? വല്ലാത്തൊരു അനുഭവം തന്നെ കിട്ടണം. നല്ല ടേസ്റ്റ്. അതായത് 73 ഞാനിവിടെ വരുമ്പോൾ ഓല മേഞ്ഞ വെറും ഒരു മെയിൻ ബിൽഡിങ്, തൂണെല്ലാം ഇങ്ങനെ വളഞ്ഞ് വേറായ ബിൽഡിങ്, താഴെ 2 ഷെൽഫ്, അതും ഇങ്ങനെ തന്നെ പിന്നെ മുള കൊണ്ട് പിന്നെ താർപ്പായിൻ്റെ കഷ്ണം കൊണ്ടും കൂടി വെച്ച് കെട്ടിയിട്ടുള്ള ഷെൽഫ്. അതിൻ്റെ മുഖച്ചായയിൽ മാറി. പിന്നെ അന്ന് അധ്യാപകന്മാർ ഞാനും പിന്നെ ഇയാൾ കൃഷ്ണമാരാരേന് അന്ന് മാഷ്, പിന്നെ നമ്മുടെ കുഞ്ഞിരാം മാഷ്, പിന്നെ കൃഷ്ണക്കുറുപ്പ് മാഷ്, സാധവുമായ ടീച്ചർ. അല്ല കുഞ്ഞിഷ്ടമായിരുന്നു. പിന്നെ മുത്തുത്തങ്ങൾ ഇവരെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഈ കലാലയത്തിൽ പിന്നെ കായിക മേള, പിന്നെ ശാസ്ത്രമേള, ബാലകലോത്സവം, ഇതിലെല്ലാം കുട്ടികൾ സജീവമായിട്ട് പങ്കെടുക്കുന്നുണ്ട്. ആ കുട്ടികളെല്ലാം പങ്കെടുത്തിട്ട് നല്ല പ്രൈസും മേടിക്കുന്നുണ്ട്. പിന്നെ കലാരംഗത്ത് കോടിയേണ്ടി ഉസ്മാൻ നല്ല സ്പോർട്സ്മാനാണ്. ഉസ്മാൻ അയാൾ പിന്നെ കുറേ കോച്ചിങ് കൊടുത്തിട്ട് പിന്നെ ജില്ലാ ലെവലിൽ വരെ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. എടുക്കാനായിട്ട് പിന്നെ ടീച്ചേഴ്സും അതുപോലെ തന്നെ നല്ല വർക്ക് എക്സ്പീരിയൻസിൽ രാജലക്ഷ്മി ടീച്ചർ, പിന്നെ ബാലകലോത്സവത്തിനും ടീച്ചർ സജീവമായിട്ട് പങ്കെടുക്കുന്നു. എല്ലാ കോച്ചിങ്ങും ടീച്ചറും കൂട്ടിയിട്ട് അതുകൊണ്ട് സ്കൂളിൽ നല്ല സമ്മാനങ്ങൾ നേടിയെടുക്കാൻ സാധിച്ചു. ഇങ്ങനെ എല്ലാവരും ചാത്ത മാഷിൻ്റെ ഇങ്ങനെ ഒരു വെച്ചാൽ വെള്ളട്ടാടിയിലെ ചെറിയൊരു ഇതാവില്ല ഏഴ് വന്നല്ല അയാളെ മുമ്പ് അവസാനം എന്നെയാണ് വിളിച്ചത്. എനക്കൊന്നും ഞാനത് റെഡിക്ക് CIRDS ഗേൾസ് റെഡിക്ക് എഴുതി. ചാത്തപാടി എന്നെ ഒറ്റ കണ്ടിരുന്നു പറഞ്ഞത് എൻ്റെ ഒരു അഭിമാനം നീ രക്ഷിച്ചു. ഞാനന്നേരം അങ്ങനെ ഇവിടെ ചോറുമായി തിന്നേണ്ടതാണ്.
ഇവിടുത്തെ പിന്നെ പൂർവ്വവിദ്യാർത്ഥി സംഗമം വളരെ ഒരു ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു മറക്കാൻ കഴിയാത്തൊരു അനുഭവമാണ്. ഇതുപോലെയുള്ള ഒരുപാട് നടത്തണം. പിന്നെ എനിക്ക് എൻ്റെ ഓർമ്മയിൽ സ്കൂളിൽ നിന്ന് ഞാനിപ്പോൾ അന്ന് എക്സ്കർഷൻ ഒഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എക്സ്കർഷനും നമ്മളെ കോഴിക്കോട് ആദ്യമായിട്ട് റേഡിയോ സ്റ്റേഷൻ കണ്ടത്, റെയിൽവേ സ്റ്റേഷൻ കണ്ടത്, പിന്നെ അതുപോലെ മാതൃഭൂമി പ്രസ് കണ്ടതും, ആദ്യമായിട്ട് സിനിമ കണ്ടതും അന്ന് 10 റുപ്യ ഒരാൾക്ക്. 10 റുപ്യൻ്റെ അകത്ത് ടൂർ പോവേ 10 റുപ്യ ഇവിടുന്ന് 10 റുപ്യ എന്നിട്ട് 1,80,000 ഞങ്ങൾക്ക് തിരിച്ചു തന്നെ കിട്ടി. ആദ്യം ഒരു സിനിമ ഉണ്ട്, അവളുള്ളൊരു തുടർക്കഥ എന്നുള്ള ഒരു സിനിമയാന്ന് കണ്ട്. ആ സിനിമ കണ്ടിട്ട് അത് തീർത്തും കാണുവാനെങ്കിലും പകുതി ഇന്റർവ്യൂ ഇല്ലാകുമ്പോഴേക്കും പോകുന്നത്. അങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങളാണ്. ഇവിടുന്ന് മറ്റുള്ള സ്കൂളുകളിലൊക്കെ ഒരുപാട് അനുഭവങ്ങളാണ്. ഇവിടെ വിവേകാനന്ദ പാറ, പിന്നെ നമ്മളെ കന്യാകുമാരി, പിന്നെ മറ്റേ പറഞ്ഞതെല്ലാം അതുപോലെ തന്നെ ഒരു ക്ലാസിന്റെ വ്യത്യാസമേ ഉള്ളൂ. ഇവിടുത്തെ അനുഭവം അല്ല. ഞാനിപ്പോ തന്നെ ഇവിടുന്ന് റവ ഉണ്ടാക്കി കഴിഞ്ഞാൽ റവേനെ ബെല്ലാടുന്ന് അടിക്കുമ്പോൾ തന്നെ പ്ലേറ്റല്ല കൊണ്ടുവരുന്ന ഇല്ലെങ്കിൽ അങ്ങനെ തന്നെ ഇതിൽ തന്നെ ഒരു ഓട്ടം ഉണ്ട്. എന്നിട്ട് അവിടെ കാട്ടിൽ തന്നെ മോള് അപ്പോഴേക്ക് 2-3 കുട്ടികളുണ്ട് അതിന്റെ മോള് ഇറങ്ങുവാനാവില്ല. കാര്യം അത്രയും തിരക്കായിരിക്കും എന്നിട്ട് അത് കഴിഞ്ഞിട്ട് എന്നിട്ട് പിന്നെ പറഞ്ഞിട്ട് അങ്ങനെയുള്ളൊരു അനുഭവം, ഒരുപാട് അനുഭവങ്ങൾ ഉള്ള ഒരു സ്കൂളാണ് ഇവിടെ. പിന്നെ എന്താ പറയുക, നമുക്ക് ഇവിടെ വന്നു നോക്കുമ്പോൾ വെച്ചാൽ വീണ്ടും ഇവിടെ തന്നെ ഒന്ന് പഠിക്കണം എന്നുള്ളൊരു തോന്നുന്നു. ഞാനിപ്പോൾ ഒരു 1ാം ക്ലാസ്സിലായിട്ടോ ആണ്ടിനും നമുക്ക് ഏതായാലും തിരിച്ചു കിട്ടൂല അല്ലേ.
നാലമ്പലത്തിൽ വലയിൽ പൂത്തൊരു നാലുമണി പൂക്കൾ പോലെ നാലമ്പലത്തിൽ കുരങ്ങ് ഇയാളെ കൈപിടിച്ച് കയറ്റി ഇങ്ങോട്ട് കൊണ്ടു അത് ഇട്ടിട്ട് കരടി ഒരു കൊലം കൊണ്ടുമാണ് തീരുന്നില്ല. അവൻ തിന്നാതെ ഞാൻ പോകും എന്ന് പറഞ്ഞാൽ കുറേ സമയം നിന്നേരെ എല്ലാവർക്കും ഉറപ്പുണ്ടാവും. ഞാൻ മറ്റേ ഓടുന്നേ जय हे भारत भाग्य विधाता पंजाब सिंध गुजरात मराठा द्राविड उत्कल गंगा विंध्य हिमाचल यमुना गंगा उच्चल जलचितरंगा तब शुभ आने जाहे तब शुभ आशीष माहे गाहे तब जय गाथा जन गण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय 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 हे LP സ്കൂളിൻ്റെ 100 കൊല്ലത്തെ ചരിത്രത്തിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ആൾക്കാർ ഇവിടെ പഠിച്ചിട്ട് പോയിട്ടുണ്ട്. അവരെല്ലാം ഒത്തൊരുമിച്ചിട്ട് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആൾക്കാരെല്ലാം ഒത്തൊരുമിച്ച് ഒരു പരിപാടി നടത്തുക എന്നുള്ളത് ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു. ഈ ആഗ്രഹമാണ് ഇന്ന് സഫലീകരിച്ചത്. മോശമില്ലാത്ത ആൾക്കാരുണ്ടായിരുന്നു. ഈ കൂട്ടായ്മ വിപുലപ്പെടുത്തിയിട്ട് വർഷാവർഷം ഇതേപോലെയുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്ത് ഞങ്ങൾ നടപ്പിലാക്കാനുള്ള ഉദ്ദേശമുണ്ട്. എല്ലാവരും ഇതിനോട് സഹകരിച്ച എല്ലാവർക്കും ഈ സ്കൂളിൻ്റെ PTA പ്രസിഡന്റ് എന്ന നിലയിൽ ഞങ്ങൾ നന്ദി പറയുന്നു.